മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹിന്ദു ധർമ്മത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും അടിസ്ഥാനപരമായ അറിവുകൾ ഈ ധർമ്മം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാ മതത്തിലും ധർമ്മത്തിലും പെട്ടവരിൽ ഇന്ന് കാണുന്ന അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇതിനെക്കുറിച്ചെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തി, ആ യൂട്യൂബിലെ വിഷയങ്ങൾ കേട്ട് വായിച്ച് അല്ലെങ്കിൽ കണ്ട് ജനങ്ങൾ പ്രേക്ഷകർ നൽകുന്ന അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും വിമർശനങ്ങളും എല്ലാം ഏറെ സന്തോഷത്തിനും ചാരിതാർത്ഥ്യത്തിനും വഴി നൽകുന്ന ഒന്നാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സംതൃപ്തി സമർപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കുറിച്ചും, അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SNDPയുടെ ഏറ്റവും ഉജ്ജ്വലനായ, എന്തും വെട്ടിത്തുറന്ന് പറയാനും കാര്യകാരണ സഹിതം ആരോടും പ്രത്യേകിച്ചും ബയസ്ഡ് അല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ പറയാനും ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട്, വീക്ഷണങ്ങളോട്, പ്രവൃത്തികളോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. ആ വെള്ളാപ്പള്ളി നടേശൻ സാറ് 2 ദിവസം മുമ്പ് ചെയ്തതും പറഞ്ഞതുമായ കാര്യത്തെക്കുറിച്ചും, അതുപോലെ 3 ദിവസത്തിന് മുമ്പ് കുമ്മനം രാജശേഖരൻ ചെയ്ത കാര്യത്തെക്കുറിച്ചും ഇവിടെ വിവരിക്കുകയാണ്. കുമ്മനം രാജശേഖരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരുന്ന വ്യക്തി. അദ്ദേഹം ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ ഹിന്ദു ഐക്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലനിന്ന വ്യക്തി, ഇപ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തി. ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ദശാബ്ദങ്ങൾക്ക് മുമ്പ് FCIയിലെ നല്ല ഒരു പോസ്റ്റ് രാജിവെച്ച് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വ്യക്തി. 2 പേരുടെ പ്രവൃത്തികളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ യൂട്യൂബിൽ, അതുപോലെ എൻ്റെ പൊതു പ്രഭാഷണങ്ങളിൽ, ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ, ഫേസ്ബുക്കിൽ എല്ലാം ഞാൻ പറയാറുണ്ട്. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, 3 വിഭാഗം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളവർ 3 പേരോടും ഊണ് കഴിക്കാറായി എന്ന് പറഞ്ഞ് ഒരു അമ്മ 3 ഇലയിൽ ചോറ് വിളമ്പി, ഒരേ വിഭവങ്ങൾ വിളമ്പി ക്ഷണിക്കുകയാണ് മക്കളോട്. ഒരു ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം. അതിൽ ക്രിസ്ത്യാനി വന്ന് ഊണ് കഴിച്ചു പോയി, മുസ്ലിമും വന്ന് ഊണ് കഴിച്ചു പോയി. ഹിന്ദു വളരെ പതുക്കെ വന്ന് ഊണ് കഴിക്കണോ വേണ്ടയോ, ഇതിലെ വിഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നെല്ലാം ചിന്തിച്ച് സംശയിച്ച്, ഊണിനെക്കുറിച്ചും തന്നവരെക്കുറിച്ചും എല്ലാം സംശയദൃഷ്ടിയോടുകൂടി ചിന്തിച്ച് ഊണ് കഴിക്കാതെ ഇരിക്കുന്നൊരവസ്ഥ. ഇങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ മുസ്ലിം അവന് ലഭിക്കേണ്ടതോ ലഭിക്കേണ്ടതിൽ കൂടുതലോ സ്വീകരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ക്രിസ്ത്യാനിയും അവന് ലഭിക്കേണ്ടതോ അതിൽ കൂടുതലോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ഹിന്ദുവിന് തനിക്ക് ലഭിക്കേണ്ടത് എന്താണെന്ന് പോലും അറിയാതെ, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നറിയാതെ, സ്വീകരിക്കണമെങ്കിൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ, ആ സ്വീകരിക്കാൻ വേണ്ടി തരുമ്പോൾ അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പ്രശ്നങ്ങൾ എന്നെല്ലാം ചിന്തിച്ച്
ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നൊരു വരിയുണ്ട്, സംശയാത്മാ വിനശ്യതി. സംശയ ദൃഷ്ടിയോടുകൂടിയല്ല നമ്മൾ നോക്കുക. ആ സംശയാത്മാ വിനശ്യതി എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. സംശയത്തോടു കൂടി എല്ലാത്തിനെയും കാണുന്ന വ്യക്തികൾക്ക് സർവനാശമായിരിക്കും സംഭവിക്കുക എന്ന് ഭഗവാൻ കൃഷ്ണൻ 51 നൂറ്റാണ്ട് മുമ്പ് ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം, 3 ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ തിരുവല്ലയിലാണെന്ന് തോന്നുന്നു SNDPക്ക് അനുവദിച്ച 12 കോളേജുകളുടെ ഉദ്ഘാടന കർമ്മം എന്ന രീതിയിൽ ഒരു പ്രഭാഷണം നടത്തി. അതിൽ നടേശൻ സാറ് പറഞ്ഞത്, ഇത്രയും കാലം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത്രയും കാലം നമ്മൾ പ്രതികരിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത് മാറി. ഇനി മുതൽക്ക് നമുക്ക് അർഹതയുള്ളതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആര് ഭരിക്കുന്നു ആര് ഭരിക്കുന്നില്ല എന്നുള്ളതല്ല, നമുക്ക് അർഹതപ്പെട്ടത് സ്വീകരിച്ചേ ഇരിക്കുള്ളൂ. കരഞ്ഞുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും എല്ലാം ഇരിക്കാനുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഈ ലോകത്തിൽ മസിൽ പവർ കൊണ്ടും ഇൻ്റലക്ച്വൽ പവർ കൊണ്ടും മാൻ പവർ കൊണ്ടും അതുപോലെ സയൻറ്റിഫിക് പവർ കൊണ്ടും ടെക്നോളജിക്കൽ പവർ കൊണ്ടുമാണ് പലരും ഉയരുന്നതും വളരുന്നതും ഉണരുന്നതും മുമ്പോട്ട് പോകുന്നതും. അതിൽ ഏതെല്ലാം പവർ എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എവിടെ വെച്ചെല്ലാം ആർക്കെല്ലാം എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ച് മുമ്പോട്ട് പോകാതെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ കൊണ്ട് നമ്മൾ മാറി നിന്നാൽ നമ്മൾ ഒറ്റപ്പെടുകയുള്ളൂ. ലോകം, രാജ്യം, സമൂഹം, സംസ്ഥാനങ്ങൾ, ഭരണതന്ത്രം അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ആര് കരയുന്നു കരയുന്നില്ല എന്നൊന്നും അന്വേഷിക്കാൻ ഒരുപക്ഷെ മന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും സമയം കിട്ടില്ല. നിങ്ങൾക്കറിയാം, പല ഫയലുകളും പല ഓഫീസുകളിലും താഴത്തേക്ക് പോകുന്നത് എങ്ങനെയാ, മറ്റുള്ളത് മുകളിലേക്ക് വരുന്നത് എങ്ങനെയാ, അന്വേഷിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അന്വേഷിക്കാൻ ആളുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കാൻ ആളുണ്ടെങ്കിൽ ഒരു ഫയലും മുങ്ങി അടിയിലേക്ക് പോവില്ല, മുകളിലേക്ക് തന്നെ നിൽക്കും. ഇതൊരു വീടിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിളാണ്. 5 മക്കളുള്ള ഒരു വീട്ടിൽ ഒരു മകൻ വളരെ സൈലൻ്റ് ആണെങ്കിൽ പലപ്പോഴും അവൻ്റെ ശബ്ദമേ കേൾക്കില്ല എങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അന്വേഷിച്ചറിയാനുള്ള ആൾ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അമ്മ ഒരുപക്ഷെ പ്രത്യേക ദൃഷ്ടിയോടുകൂടി ആ മകനെ നോക്കുന്നുണ്ടാവും. പക്ഷെ അമ്മയല്ലല്ലോ സമൂഹം, അമ്മയല്ലല്ലോ ഭരണതന്ത്രം, അമ്മയല്ലല്ലോ ഭരണയന്ത്രം. ഭരിക്കുന്നവർ പലരുമല്ലേ. അതിൽ ആര് വിചാരിച്ചാലും മുകളിലിരിക്കുന്ന മന്ത്രിക്ക് ഒരാളുടെ സ്വാധീനത്തെക്കാൾ കുറച്ചും കൂടി കൂടുതലല്ലേ ഉള്ളൂ. ആ മന്ത്രിയുടെ കീഴിൽ സെക്രട്ടറി ഉണ്ട്, പല പല ഓഫീസുകളുണ്ട്, അതിൽ ഓഫീസേഴ്സ് ഉണ്ട്, അതിൻ്റെ കീഴെ ക്ലർക്കുമാരുണ്ട്, അതിൻ്റെ കീഴെ മറ്റു പലരും ഉണ്ട്. ഇവർ മുസ്ലിങ്ങളുണ്ടാവും, ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, അതിനകത്ത് ഇടതുപക്ഷക്കാരുണ്ടാവും, വലതുപക്ഷക്കാരുണ്ടാവും, മധ്യപക്ഷക്കാരുണ്ടാവും. ഈ സംഘടനയോട് അനുകൂലമുള്ളവരുണ്ടാവും, പ്രതികൂലമുള്ളവരുണ്ടാവും, ഇതുപോലെയുള്ള ആവശ്യത്തോട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, എതിർക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ പലരിലൂടെയുമാണ് ഒരു ഫയല് പോകുന്നതെങ്കിൽ ആ ഫയല് ഇടയ്ക്ക് എവിടെയെങ്കിലും മുങ്ങിപ്പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഫയല് അന്ത്യശ്വാസം വലിക്കാതിരിക്കാൻ നമ്മൾ ആ ഫയലിൻ്റെ പുറകെ പോകണമെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതുപോലെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ മുമ്പോട്ട് പോകണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്താ ചെയ്തത്? ആര് വിമർശിച്ചാലും എതിർത്താലും പ്രതികരിച്ചാലും പ്രതിഷേധിച്ചാലും വിരോധമില്ല. ഈ മന്ത്രിസഭ താഴെ വീഴുന്നതിന് മുമ്പ് എങ്ങനെയാണോ മുസ്ലിങ്ങൾ 5 മന്ത്രിമാരിലൂടെയും കോൺഗ്രസ്സിലുള്ള കുറേ മുസ്ലിം മന്ത്രിമാരിലൂടെയും അവരവരുടെ കാര്യം നേടുന്നത്, അങ്ങനെ കേരള കോൺഗ്രസ്സിലുള്ള ക്രിസ്ത്യാനികൾ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എങ്ങനെയാണോ ആ ക്രിസ്ത്യാനികൾ അവരുടെ കാര്യം നേടുന്നത്? ഒരിക്കൽ ജി സുകുമാരൻ നായർ പറയുകയുണ്ടായി, പള്ളിയിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും സ്വീകരിക്കുക, അവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കുക, അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ജി സുകുമാരൻ നായർ പറഞ്ഞത് വളരെ ശരിയാ. ഉമ്മൻചാണ്ടി ഏത് പള്ളിയിൽ പോയാലും പള്ളിക്കാർ അവരുടെ അപേക്ഷകൾ കൊടുക്കും. അത് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ തന്നെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കാര്യം നടത്താനും നേടാനും സാധിക്കും. ആ പള്ളിക്കാർ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ജയിപ്പിക്കുന്നത്.
അത് ആ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് അടുത്ത വർഷം വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാ വരുന്നതെങ്കിൽ ഈ മുഖ്യമന്ത്രിയെയും ക്രിസ്ത്യാനികൾ പള്ളിയിലേക്ക് വിളിക്കും. അവരുടേതായിട്ടുള്ള മെമ്മോറാണ്ടം കൊടുക്കും. അത് പ്രാവർത്തികമാക്കും എന്ന് ഉറപ്പുവരുത്തും. ജയിപ്പിക്കുമെന്ന് വാഗ്ദാനവും ചെയ്യും. എന്ത് ചെയ്യുന്നു എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ക്രിസ്ത്യാനികൾ ജയിപ്പിക്കുന്നുള്ളത് ഉറപ്പാ. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഹിന്ദു മന്ത്രിയാണെങ്കിൽ ജയിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ജയിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകും അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. ഇത് തന്നെയാ മുസ്ലിങ്ങള്. മലപ്പുറം ജില്ലയിൽ എത്ര യൂണിവേഴ്സിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കുക. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള കേന്ദ്രം അവിടെയാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രം മലപ്പുറത്താണ്. മലയാളം സർവകലാശാലയുടെ കേന്ദ്രം അവിടെയാണ്. എത്ര മെഡിക്കൽ കോളേജുകളാണ് മലപ്പുറത്ത്. എല്ലാ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല രണ്ടായിട്ട് വളർന്ന് അത് മുസ്ലിങ്ങൾക്ക് ആധിപത്യമുള്ള 2 ജില്ലയാക്കി മാറ്റണം. അവര് പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും ശരിയോ തെറ്റോ എന്ന് പോലും നോക്കാതെ ഈ ഭരണ യന്ത്രത്തിലുള്ള മന്ത്രി മുതൽക്ക് ചുവട്ടിലെ പ്യൂൺ വരെയുള്ള മുസ്ലിങ്ങള് അവരുടെ കാര്യം നോക്കാനായിട്ട് മുമ്പോട്ട് വരുമ്പോൾ, സഹകരിക്കുമ്പോൾ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അടുത്ത കാലത്ത് ഈ വെള്ളാപ്പള്ളി നടേശനും തോന്നി തുടങ്ങി, നമ്മൾ പ്രതികരിച്ചത് കൊണ്ടോ പ്രതിഷേധിച്ചത് കൊണ്ടോ ആയില്ല. നേടാനുള്ളത് പേപ്പറിൽ എഴുതി കൊടുത്ത് നേടണം. പണ്ടൊരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുധാകരൻ. പല രീതിയിൽ ഒച്ചയെടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. എന്നാലും ഈ പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട്, ചേർത്തലയ്ക്ക് അടുത്ത്. അവര് ഒരു അമ്പലത്തിൽ ഞാൻ പ്രഭാഷണത്തിന് പോയിരുന്നു. ആ അമ്പലത്തിന്റെ വെബ്സൈറ്റ് ഈ മന്ത്രിയാ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഈ അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു ഗോപുരം പണിയണമെന്നുണ്ട്, എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടാ. നാഷണൽ ഹൈവേയോട് ചേർന്നിട്ടാണ് അമ്പലം. ആ നാഷണൽ ഹൈവേ വഴിക്ക് വണ്ടികളെല്ലാം 10-90 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഈ അമ്പലം ആരും കാണണില്ല. കാണണമെങ്കിൽ ഒരു ഗോപുരം പണിയണം, എന്താ ചെയ്യാം? ഞാൻ അവരോട് പറഞ്ഞു, നാളെയല്ലേ സുധാകരൻ സാർ വരുന്നത്, മന്ത്രി വരുന്നത്, അതിനു മുമ്പ് ഗോപുരത്തിന്റെ സ്കെച്ച് വരച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫയൽ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ സുധാകരന് മന്ത്രിക്ക് സ്വാഗതം പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗോപുരം വേണമെന്നും അതിന് മന്ത്രിയുടെ അനുഗ്രഹം വേണമെന്നും എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് വേണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് സ്വാഗത പ്രസംഗത്തിൽ പറയാം. ആ സുധാകരൻ എന്ന മന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ആത്മാർത്ഥതയുള്ള ആളാണ്, കക്കുന്ന ആളല്ല എന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറോ മറ്റോ ആണ്, അതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഒരു പക്ഷേ നിഷ്കളങ്കത മനസ്സിനകത്തുള്ളത് കൊണ്ടായിരിക്കും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതും. അങ്ങനെയുള്ള സുധാകരൻ അടുത്ത ദിവസം ഈ വെബ്സൈറ്റ് അമ്പലത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തിന് സ്വാഗതം നൽകിയപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾക്കിതൊരു ആഗ്രഹം, അത് മന്ത്രി നടത്തി തരണമെന്ന്. മന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനത് നടത്തിത്തരാൻ തയ്യാറാണ്, ന്യായമായ അവകാശമാണ്, ഇപ്പൊ ഫയല് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ തന്നെ നടത്തിത്തരാം എന്ന് പറയുകയും ചെയ്തു. ആ പറഞ്ഞ സമയത്ത് തന്നെ ഈ ഫയല് ആ ലെക്ചർ സ്റ്റാൻഡിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു, എല്ലാവരുടെയും മുമ്പിൽ. അവിടെ വെച്ച് തന്നെ അങ്ങേര് ഒപ്പിട്ടു. ഒന്ന് ആലോചിച്ചു നോക്കാം, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന വാക്കിലൊരു നെഗറ്റീവ് ഉണ്ട്, കരയുക എന്നുള്ളത്. പക്ഷേ ബൈബിളിൽ ഒരു വരിയുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിക്കുവിൻ ലഭിക്കപ്പെടും. ഇതാണ് മുട്ടുവിൻ തുറക്കപ്പെടും. അത് ബൈബിളിലെ സന്ദേശം, നല്ലൊരു സന്ദേശമാണ്. അപ്പൊ ഈ ചോദിക്കുവിൻ കൊടുക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ആ അമ്പലത്തിൽ ഇന്ന് നല്ലൊരു ഗോപുരം വന്നു. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ സാറ് ഈ കോളേജിനെ കുറിച്ച് ചോദിച്ചു, കോളേജ് കിട്ടി, എത്ര ചോദിച്ചോ അത്രയും കിട്ടി. ഇനി എനിക്കൊന്ന് പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായരോടും പറയാനുള്ളത്, ഈഴവ സമുദായത്തില് നല്ല ഉയർന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തവര്, IG ആയിട്ട് റിട്ടയർ ചെയ്തവര്, നല്ല പ്രഗത്ഭരായ ഒരു വരിയില് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അവരെ കൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. ആ കമ്മിറ്റിയാണ് SNDPയും ഗവൺമെന്റും തമ്മിൽ ലൈസൺ വർക്ക് ചെയ്യേണ്ടത്. അവര് ചെയ്താൽ SNDPയിലെ പാപ്പനംകോട് ശാഖക്കാർക്ക് എന്താ വേണ്ടത്? ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ ലൈസൺ കമ്മിറ്റിക്കാണ്.
SNDP തിരുവല്ല ശാഖ, SNDP മറിയപ്പള്ളി ശാഖ, SNDP പെരുമ്പാവൂർ ശാഖയ്ക്ക് അവർ ക്ലീൻ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു സ്കൂൾ വേണമെങ്കിൽ ആ സ്കൂളിൻ്റെ സ്ഥലം അത് ഇതെല്ലാം കൂടി ചേർത്ത് ലൈസൻസ് കമ്മിറ്റിക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് കിട്ടുന്ന എല്ലാ ആപ്ലിക്കേഷനും സോർട്ട് ഔട്ട് ചെയ്ത് ലീഗൽ വാലിഡിറ്റി നോക്കി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് ആ ഫയൽ തിരിച്ചു വരാത്ത വിധത്തിൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നേടാനുള്ള ഉത്തരവാദിത്വം ഈ ലൈസൻസ് കമ്മിറ്റി ചെയ്യണം. അങ്ങനെ ഈഴവ സമുദായത്തിന് മാത്രമല്ല, എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് ഒന്നുകൂടി പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ധീരനായ ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കൂടി നാരായണ ഗുരുദേവൻ എല്ലാ ഹൈന്ദവ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞതും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതും ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു സംശയമില്ല. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി, ഒന്നാണ് സത്ത്. ആൾക്കാർ പല രീതിയിൽ പറയുന്നു. ഒരു മതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഒരു സ്പീഷീസ് ജന്മനാൽ ജായതേ മർത്യ. വളരെ ക്ലിയറാ ഗുരുദേവൻ പറഞ്ഞതിൽ. അപ്പോ സനാതന ധർമ്മ മൂല്യങ്ങളെ കുറിച്ചാണ് 61 കൃതികൾ എഴുതിയിരിക്കുന്നത്. സനാതന ധർമ്മത്തിലെ ക്ഷേത്രങ്ങളാണ് 27 ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ടും 14 ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ടും. ഈ ആശ്രമങ്ങൾ സ്ഥാപിച്ചത് മുഴുവനും ശരിക്ക് ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് മഞ്ഞവസ്ത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് ബുദ്ധന്റെ ത്യാഗവും കൃഷ്ണന്റെ ബുദ്ധിവൈഭവത്തിന്റെയും പ്രതീകം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത്. ശിവഗിരി തീർത്ഥാടനത്തിന് അവിടെ പ്രതിഷ്ഠ നടത്തിയതും ശാരദാദേവിയുടെയാണ്. നമ്മുടെ ധർമ്മവും നമ്മുടെ ഇതിനും വേണ്ടി നിലകൊണ്ട ഗുരുദേവൻ, ആ ഗുരുദേവൻ സനാതന ധർമ്മ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത് കൊണ്ട് വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പറയാനുള്ളത്, നടേശൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഹൈന്ദവ ജനതയെ കൂടി ഉണർത്താൻ അങ്ങക്ക് സാധിക്കും. അങ്ങക്ക് സാധിക്കും, എനിക്ക് ഉറപ്പാ. അങ്ങ് അത് വേണ്ടതുപോലെ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കുമ്മനം രാജശേഖരനെ കുറിച്ചാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. ഉമ്മൻചാണ്ടിക്ക് ഒരു 10-21 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുമ്മനം രാജശേഖരനും കൂട്ടത്തിലുള്ളവരും ഒരു അപേക്ഷ നൽകി. പണ്ടൊക്കെ ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർ മാറ്റിവെക്കാറേ ഉള്ളൂ. ഇപ്പോ അപേക്ഷ കിട്ടിയവന്റെ അപേക്ഷ നോക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ? ഒറ്റ കാരണമാണ്. ആത്മാർത്ഥതയുടെ നിറകുടമായ ഒരു മന്ത്രിസഭ ആയതുകൊണ്ടൊന്നും അല്ല. ഒരൊറ്റ വോട്ടിൽ അവർ നിൽക്കുന്നത്. ആ ഒരു വോട്ട് അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ -1 അവിടെ +1. -1 +1 തമ്മിലുള്ള അകലം 2. 1ന്റെ അകലം അല്ല, -1 നിന്ന് +1 അകലം 2. അപ്പോൾ ഒരാള് ഭരണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ ഈ മന്ത്രിസഭ എങ്ങനെയാ നിൽക്കാന്ന് അറിഞ്ഞുകൂടാ. ഒരാൾക്ക് പനി വന്നാൽ പോലും മന്ത്രിസഭ ചിലപ്പോൾ താഴെ വീഴുന്ന അവസ്ഥയാണ്. ഇത് ഞാൻ പറഞ്ഞത് ആ മന്ത്രിസഭ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ കൊണ്ടും ഈ കുമ്മനം രാജശേഖരൻ ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച ആ വ്യക്തി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള ആവശ്യങ്ങൾ സമർപ്പിക്കണം. എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല, അതൊക്കെ വേറെ കാര്യമാണ്. ഹിന്ദു ഐക്യവേദി ഹിന്ദു കാര്യങ്ങളാണ് പറയേണ്ടത്. ഹൈന്ദവ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഗംഭീരമായ രീതിയിൽ പ്രവർത്തിക്കാനും ഹിന്ദു ഐക്യവേദി NSSും SNDPയും പുലയ മഹാസഭയും ഗൗഡ സരസ്വത ബ്രാഹ്മണ സഭയും മറ്റുള്ളവരും അയ്യങ്കാരും എല്ലാ വിഭാഗത്തെയും ചേർത്ത് ഒരു ലൈസൻസ് കമ്മിറ്റി, ഒരു 5-6 പേരുടെ ലൈസൻസ് കമ്മിറ്റി, അവര് ഹൈന്ദവ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് കൺസേൺഡ് മന്ത്രിയുമായിട്ടും കൺസേൺഡ് സെക്രട്ടറിയുമായിട്ടും ഡീൽ ചെയ്യാൻ ഓരോ ജില്ലയില് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവുക. സത്യം ധർമ്മം നീതി ന്യായമുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, പൊളിറ്റീഷ്യൻസിന്റെ ഗ്രൂപ്പ് അല്ല, നല്ല മൂല്യവത്തായ ധർമ്മബോധമുള്ളവരുടെ ഒരു ലൈസൻസ് കമ്മിറ്റി. ഞാൻ നേരത്തെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അത് SNDP കാര്യങ്ങൾക്കുള്ള ലൈസൻസ് കമ്മിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു കാര്യങ്ങൾക്കായിക്കോട്ടെ, ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദു കാര്യങ്ങൾ ജില്ലാ കളക്ടറെയും പഞ്ചായത്ത് മെമ്പറെയും എല്ലാം അറിയിക്കാനുള്ള ഒരു മെത്തേഡ് സാധിക്കും. മാത്രമല്ല, ഈ ഹിന്ദു ഐക്യവേദി വിചാരിച്ചാൽ നമ്മുടെ മന്ത്രിമാരെ അല്ലെങ്കിൽ MLAമാരെ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കണം. എനിക്ക് ഒരു അഭിപ്രായം കൂടിയുണ്ട്, നിങ്ങളത് സ്വീകരിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. BJP കേരളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ കിട്ടുന്ന ഓരോ വോട്ടും
നാഷണൽ ലെവലിൽ BJPക്ക് എത്ര വോട്ട് കിട്ടി എന്ന പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചവരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രവർത്തിച്ച ഏത് പാർട്ടിയിലുള്ളവരായാലും ഏത് മതത്തിലുള്ളവരാണെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പണ്ട് മുതൽക്ക് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, കോൺഗ്രസിലാണെന്ന് തോന്നുന്നു, ഒരു യൂത്ത് നേതാവുണ്ട് കോട്ടയത്ത് എന്ന്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ട് കിടന്നു, ഞാൻ ഹിന്ദു അല്ല. മഹാവിഷ്ണുവിൻ്റെ പേരാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഹിന്ദു അല്ല, ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന്. അവരെയൊക്കെ തോൽപ്പിക്കാൻ ഹിന്ദു ഐക്യവേദി വിചാരിച്ചാൽ സാധിക്കും, ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും. അപ്പോൾ നമുക്കുള്ള ആവശ്യങ്ങൾ അത് കൊടുക്കുക, അതിൻ്റെ ഫയലുകൾ ട്രേസ് ചെയ്യുക, കാണേണ്ടവരെ കാണുക, നേടേണ്ടത് നേടുക. ഈ സെക്രട്ടേറിയറ്റിൽ ഉപരോധിക്കലും മുദ്രാവാക്യം വിളിക്കലും പട്ടിണി കിടക്കലും അതൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ എത്ര നല്ലതാ. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്ന വാക്ക് ഇപ്പൊ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ശരിയാ. എല്ലാവരും അവനവന്റെ കാര്യം നോക്കുക, അത് നല്ലതാണെങ്കിൽ നോക്കിയാൽ എന്താ തെറ്റ്? അപ്പോൾ നമ്മുടെ ഹിന്ദു ഐക്യവേദിയോട് സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഹൈന്ദവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ അർഹതപ്പെട്ടത് ലഭിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളത് എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും കോച്ചിങ്ങിനാണെങ്കിലും മന്ത്രിമാർ ഈ കമ്പ്യൂട്ടർ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെന്ന് പറയുക നമ്മുടെ കാര്യങ്ങൾ കിട്ടണമെന്ന്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ചെങ്കോട്ടുകോണത്തെ സത്യാനന്ദ സരസ്വതി ഉണ്ടായിരുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. പുത്തരിക്കണ്ട മൈതാനം രാമനവമി 9 ദിവസം സത്യാനന്ദ സരസ്വതിക്ക് അദ്ദേഹത്തിൻ്റെ രാമനവമി ആഘോഷത്തിന് കൊടുക്കാറുണ്ട്. പക്ഷെ അതവിടെ നടത്തിക്കാതിരിക്കാൻ പെന്തക്കോസ്ത് വിഭാഗക്കാര് എന്ത് ചെയ്തു എന്നറിയോ? നേരത്തെ തന്നെ പുത്തരിക്കണ്ട മൈതാനം ബുക്ക് ചെയ്തു. അത് മന്ത്രിസഭ അറിഞ്ഞില്ല, കോർപ്പറേഷൻകാരും അറിഞ്ഞില്ല. അവർ മനഃപൂർവ്വം കൊടുത്തതൊന്നുമാണെന്ന് എനിക്ക് തോന്നണില്ല. അറിയാതെ ബുക്ക് ചെയ്തു. ആരാദ്യം വരുന്നോ അവർക്ക് കൊടുത്തു. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്, ഏർലി ബേർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാതിരി ആദ്യം വരുന്നവർക്ക് കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്വാമി അത് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അത് പെന്തക്കോസ്തുകാരുടെ സുവിശേഷ പ്രസംഗത്തിന് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. പക്ഷെ എല്ലാ വർഷവും സ്വാമിയാണ് ബുക്ക് ചെയ്യാറുള്ളത് രാമനവമിയോടനുബന്ധിച്ച്. പക്ഷെ അതൊരു ജസ്റ്റിഫിക്കേഷനൊന്നും അല്ലല്ലോ. ഏതായാലും അന്നത്തെ മന്ത്രിമാരിൽ ഒരാളായിരുന്ന AK ആന്റണിയുടെ അടുത്ത് അപേക്ഷ പോയി. AK ആന്റണി പറഞ്ഞു, കോർപ്പറേഷൻ്റെ കാര്യമായത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു, എനിക്ക് മുഴുവൻ അറിഞ്ഞുകൂടാ. പക്ഷെ ശിവസേനക്കാരത് ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, കോർപ്പറേഷൻ മേയറുടെ അടുത്ത് പോയി പറഞ്ഞു, ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പുത്തരിക്കണ്ടത്ത് രാമനവമി ആഘോഷിക്കുക ശ്രീ ചെങ്കോട്ടുകോണം സത്യാനന്ദ സരസ്വതി സ്വാമികൾ. ആ 10 ദിവസം അത് ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടതാ, രാമനവമിയുമായിട്ട് ബന്ധപ്പെട്ടതാ. പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദിവസമായിട്ട് ബന്ധപ്പെട്ടതല്ല. അവർക്ക് ഏതെങ്കിലും 2-3 ദിവസം നടത്തണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ രാമനവമിയായിട്ട് ബന്ധപ്പെട്ട ആഘോഷത്തിന് മുമ്പ് നടത്തുക, അല്ലെങ്കിൽ പിന്നീട് നടത്തുക. അപ്പോൾ പലരും വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു. അത് കേട്ടില്ല. ശിവസേനക്കാര് നേരെ പറഞ്ഞു, ഇവിടെ രാമനവമി ആഘോഷമല്ലാതെ പെന്തക്കോസ്തുകാരുടെ സുവിശേഷം നടന്നാൽ തിരുവനന്തപുരം കത്തെന്ന് പറഞ്ഞു. ഒരു ചെറിയ ഭീഷണി, സാമദാന ഭേദദണ്ഡം. അത് ശരിയോ തെറ്റോ എന്നല്ല. ഉടനെ പുത്തരിക്കണ്ട മൈതാനം സത്യാനന്ദ സരസ്വതിക്ക് അലോട്ട് ചെയ്യപ്പെട്ടു. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നേടണം എന്നല്ല. ശക്തിയുണ്ട് എന്ന് കാണിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. അതാണ് ഈ മുസ്ലിം മന്ത്രിമാർക്ക് സംഭവിച്ചത്. രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ ഇപ്പുറത്തെ കേരള കോൺഗ്രസ്സുകാരും ഇപ്പുറത്തെ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്നു. അദ്ദേഹം ഒരു നായരുടെ സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് നോക്കിയിട്ട് G. സുകുമാരൻ നായരുടെ അടുത്ത് പോയി. പക്ഷെ ഒരു ഹിന്ദുവിനെ ഉപമുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ ഒരുമിച്ച് ശ്രമിച്ചു. ശരിയോ തെറ്റോ എന്നല്ല, ഒരുമിച്ച് ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു. അത് ഉപമുഖ്യമന്ത്രി ആക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. നായർക്കും പ്രയോജനമില്ല, ഹിന്ദുക്കൾക്കും പ്രയോജനമില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ പറയാ, ആ രമേശ് ചെന്നിത്തല നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാ. അതായത് മുസ്ലിം ലീഗുകാർക്ക് 5 മന്ത്രിയുടെ അവകാശമുണ്ട്. മുസ്ലിം ലീഗുകാർ എന്ത് ചോദിച്ചാലും കൊടുക്കേണ്ടത് ആവശ്യമാണ്. മുസ്ലിം ലീഗിന് വേണ്ടി മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ വാദിച്ചത് രമേശ് ചെന്നിത്തലയാ. അയാൾക്ക് കിട്ടാനുള്ളത് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ളത് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ കിട്ടിയപ്പോഴാണ് കാര്യം തിരിച്ചറിയാൻ സാധിച്ചത്. അപ്പോൾ
ഹിന്ദു ഐക്യവേദി എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. SNDP എന്താ ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞു. മൂന്നാമത്തേത്, ജി സുകുമാരൻ നായർ പ്രഗത്ഭനായ വ്യക്തിയാ, വാക്കുകൾക്ക് വിലയുള്ള വ്യക്തിയാ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാ. നല്ല നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം സത്യസന്ധമായിട്ട് പറയാറുണ്ട്. എനിക്ക് പറയാനുള്ളത് അത് പോരാ എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, ശരിക്കും മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ പ്രവൃത്തിയുടെ, എൻ്റെ ഊർജത്തിൻ്റെ 1/3 ഭാഗം നായർ സമുദായത്തിൻ്റെ സമുന്നതിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുന്നു. അത്ര തന്നെ സമയം, 1/3 ഭാഗം സമയം എൻ്റെ സമുദായത്തിൻ്റെ അവിഭാജ്യ ഘടകമായ, ഹിന്ദു ധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകമായ നായർ സമുദായത്തിൻ്റെ മാതൃധർമ്മത്തിന്, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. മൂന്നാമത്തെ 1/3 ഭാഗം ഞാൻ എൻ്റെ രാഷ്ട്രത്തിൻ്റെ സമുന്നതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ 1:1:1, 1/3 എന്ന് പറഞ്ഞ് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ഉദയം ചെയ്യിപ്പിച്ച ഒരു സംഘടനയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നായർ സമുദായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, ഞാൻ ഒറ്റപ്പാലം NSS കോളേജിൽ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ എനിക്ക് വേദനയാണ് തോന്നിയത്. ഒരടുക്കും ചിട്ടയും ഇല്ല, ഒന്നുമില്ല. കൊട്ടിയം NSS കോളേജിൽ പോയി, അവിടെ ക്രിസ്തുമസ് ആഘോഷമുണ്ട്, ക്രിസ്തുമസ് പുൽക്കൊടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു അംശം പോലും അവിടെ ഇല്ല. NSSന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായ അധ്യാപക സംഘടനകളാണുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അധ്യാപകർ ചേരണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം. പക്ഷേ NSS എന്ന് പറയുന്നത് ഒരു ഹിന്ദു സംഘടനയാണ് അല്ലെന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. ആ സ്കൂളുകൾ, പല NSS സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളെക്കാളും മോശമായിട്ടായിരിക്കുന്നത്. ഞാൻ വിമർശിച്ചതല്ല, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തിയതാണ്. അപ്പോൾ ഈ എയ്ഡഡ് NSS സ്കൂളുകളുണ്ട്. ഇത്തരം 37 പുതിയ എയ്ഡഡ് സ്കൂളാണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത്. നമുക്കും കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ വേണമെന്ന് അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ പറയാനുള്ള ചങ്കൂറ്റം SNDPക്കും NSSനും ഉണ്ടാവണം. എയ്ഡഡ് സ്കൂളുകളുടെ റിനോവേഷനും അതുപോലെ തന്നെ നന്മയിലേക്കും ആവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെൻറ്റിനോട് ചോദിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ വിമർശിച്ചാൽ മാത്രം പോരാ. നായരുടെ മിക്കവാറും സപ്പോർട്ട് കോൺഗ്രസ്സുകാർക്ക് കിട്ടും എന്ന് പലർക്കും അറിയാം. അങ്ങനെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്, വോട്ടിന് വേണ്ടിയിട്ട് ഒരു MLAയും ഒരാളും ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് എനിക്കറിയാം. അത്രയും പച്ചയ്ക്ക് ഭംഗിയായിട്ട് പറഞ്ഞ വേറൊരു വ്യക്തിയില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ആ MLAക്കാർ, അത് K മുരളീധരനായാലും രമേശ് ചെന്നിത്തല ആയാലും ബാലകൃഷ്ണപിള്ള ആയാലും ശരി, ബാലകൃഷ്ണപിള്ള നായരാണെങ്കിലും എനിക്ക് ജനിക്കാതെ പോയ, പറക്കാതെ പോയ മകനാണ് മദനി എന്ന് കൊട്ടാരക്കരയിൽ പറഞ്ഞതാ മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി. അത് അദ്ദേഹം ചെയ്യുന്ന ആളുമാണ്. അതേപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ അവനവൻ്റെ വോട്ടിന് വേണ്ടി ചെയ്യുന്ന ആളുമാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി പറഞ്ഞത്, ഈ വിമർശിച്ചാൽ മാത്രം പോരാ. നമ്മൾ നിരന്തരം വിമർശിച്ച് പത്രങ്ങളിൽ അത് വന്നതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ എന്തെങ്കിലും ആവശ്യം മന്ത്രിമാരോടോ ഗവൺമെൻറ്റിനോടോ കൊടുത്തിട്ടുണ്ടോ, സമർപ്പിച്ചിട്ടുണ്ടോ? സമർപ്പിക്കാത്തിടത്തോളം കാലം NSSന് വേണ്ടി അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രി ആക്കിയതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. ഇന്നത്തെക്കാളും കുറച്ചുകൂടി മോശമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ അധികാരം ഇല്ല, പോപ്പുലാരിറ്റിയേ ഉള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറഞ്ഞത്. എൻ്റെ ഏരിയ രാഷ്ട്രീയമല്ല, ഞാൻ വിവരിക്കുന്നതും രാഷ്ട്രീയമല്ല. ഞാൻ വിവരിക്കുന്നത് ഹിന്ദു ധർമ്മം കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ പരിഹാരം കാണണം. ആ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം എനിക്കിതിനെക്കുറിച്ച് പറയാൻ അവകാശമുള്ളത്. ഞാനൊരു ബുദ്ധിജീവിയല്ല, ഞാനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയോ അല്ല, ഒരു സംഘടനയുടെയും പ്രതിനിധിയല്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ അറ്റം മുതൽക്ക് കാശ്മീർ വരെ ലോകത്തിൽ പല രാജ്യങ്ങളിലും ഹിന്ദു ധർമ്മത്തിനെ കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ഈ ഹിന്ദു ധർമ്മം അനുഭവിക്കുന്ന നന്മകൾ, ഹിന്ദു ധർമ്മത്തിലുള്ള നന്മകൾ, ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം
ഹിന്ദു ധർമ്മത്തിലുള്ള ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഹിന്ദു ധർമ്മം ഇന്ന് അനുഭവിക്കുന്ന അപച്യുതി, ഇത് പറയുന്ന കൂട്ടത്തില് ഇപ്പൊ ഞാൻ പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലെങ്കിൽ ഇത് ഒരു ഉദിച്ചൈതന്യ പറയില്ല. ഇതൊരു പക്ഷേ സന്ദീപാനന്ദഗിരിക്ക് പറയാൻ പറ്റില്ല, ഭൂമാനന്ദ സ്വാമിക്ക് പറയാൻ പറ്റില്ല, ചിന്മയാ മിഷനിലുള്ളവർക്ക് പറയാൻ പറ്റില്ല, അമൃതാനന്ദമയുടെ പ്രവർത്തകർക്കോ ഭഗവാൻ സത്യസായി ബാബയുടെ പ്രവർത്തകർക്കോ ബ്രഹ്മകുമാരിക്കോ പറയാൻ പറ്റില്ല. അവരുടെ സെഗ്മെന്റ് ഓഫ് വർക്ക് അത് വേറെയാണ്. അതൊരു സംഘടനയുടെ ചട്ടക്കൂടിൽ ഇരുന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സംഘടനയൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനും കുറേ പേരുണ്ട്. സമൂഹത്തിൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ ഒരു മെഴുകുതിരി കത്തിക്കാനെങ്കിലും ഗോപാലകൃഷ്ണന് സാധിച്ച കൂട്ടത്തില് ഓരോ ഏരിയയിലും മെഴുകുതിരി കത്തിക്കാം. നാരായണ ഗുരുദേവനെ കുറിച്ച് ലോകത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു മെഴുകുതിരി കത്തിക്കാം. NSSനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു മെഴുകുതിരി കത്തിക്കാം. 100ൻ്റെയോ 1000ൻ്റെയോ ബൾബ് കത്തിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. മെഴുകുതിരി കത്തിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ യോഗ്യതയെ കുറിച്ച് ഞാൻ മെഷർമെന്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതല്ല. ഇത് പറയാൻ തനിക്ക് എന്താ അവകാശം എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിക്കൂടായികയില്ലല്ലോ. അവരോട് പറയാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഉത്തരമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. എൻ്റെ രാഷ്ട്രം, എൻ്റെ ധർമ്മം, എൻ്റെ സംസ്കാരം, അതിന് നന്മ വരുത്തുന്ന ഏത് കർമ്മവും ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും മധ്യപക്ഷത്തിനോടും ഈശ്വര വിശ്വാസിയോടും നിരീശ്വരവാദിയോടും യുക്തിവാദികളോടും പറയാനുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിത് വെള്ളാപ്പള്ളി നടേശൻ സാറിനോടും ആരാധ്യനായ വെള്ളാപ്പള്ളി നടേശനോടും ആരാധ്യനായ കുമ്മനം രാജശേഖരനോടും ആരാധ്യനായ സുകുമാരൻ നായരോടും വിനയ പുരസ്സരം സമർപ്പിക്കുക. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. വിമർശന ബുദ്ധി വിശകലനം ചെയ്ത് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ വരുത്തിയിട്ട് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, അല്ലാത്തത് തിരസ്കരിക്കുക. പ്രണാമം, നമസ്കാരം.